ഉള്ളത് പറയാലോ, ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാലത്ത് എണീറ്റ് കോട്ടുമായിട്ടിരിക്കുമ്പോൾ അപ്പൂസ് ചോദിക്കണം അതിരപ്പള്ളി പോയാലെന്ന്. എന്നാ പിന്നെ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന്. സന്തോഷിക്കാനൊക്കെ വരട്ടെ. ഇവിടെ യാത്രാ ചെലവ് ഫ്രീ ആക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കിലോമീറ്റർ ഒന്ന് നോക്കാന്ന് കരുതി. അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുരിപ്പിന്റെ ഒരു 20 കിലോ വെയിറ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് ചാർജറും കൂടി വെറുതെ ഭംഗിക്കുന്ന വണ്ടിയിൽ വെച്ചേക്കാന്നങ്ങ് കരുതി. അപ്പോൾ ഓൾ സെറ്റ് നമുക്ക് യാത്ര തുടങ്ങാം. വണ്ടി എടുത്ത് കാട്ടി പോയി തണ്ടണ്ടല്ലോ എന്ന് കരുതി ഒരു ATM കണ്ടപ്പോൾ ചവിട്ടി. ഈ ഗൂഗിൾ പേയും വോഡഫോണൊക്കെ ഏതാണ്ട് ഒരു അമ്മ പറ്റ മക്കളായതുകൊണ്ട് തന്നെ എപ്പോഴാ പണി തരണേന്ന് പറയാൻ പറ്റില്ല. യാത്ര പകുതിയായിപ്പോയി അപ്പൂസ് റിയലൈസ് ചെയ്തു ചൂട് കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത തണൽ കണ്ടപ്പോ അങ്ങ് ചവിട്ടി. കാണുമ്പോൾ ഗ്ലാമറിനാന്ന് കരുതിയെങ്കിലും വെയിൽ കൊണ്ട് കണ്ടു പഴുത്ത് ചീഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ കണ്ണാട ഊരാത്തേട്ടാ. ഇതുവരെ ഓടിയ കിലോമീറ്ററും വീടെത്താനുള്ള കിലോമീറ്റർ ഒക്കെ ആലോചിക്കുമ്പോൾ കണക്കുകൾ അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. തുമ്പൂർ മഴ എത്തിയപ്പോൾ അപ്പൂസിനെ അവിടെ ഇറങ്ങണമെന്ന്. ടിക്കറ്റ് തരുന്ന ചേച്ചിനെ കണ്ണിറുക്കി കാണിച്ചിട്ട് ഒരു ഗുണുണ്ടായില്ലേ. അപ്പൂസിനും ടിക്കറ്റ് എടുത്തോട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പൂസിന്റെ വക കലാപരിപാടികളായിരുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ കളി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടൂ എന്നുള്ള ബോർഡ് കണ്ടു. അപ്പൊ എന്നെ പോലെ 30 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്താ ചെയ്യാ? ഭർത്താവും മോളും തെണ്ടി നടക്കുന്ന സങ്കടം ചിരിയിൽ ഒതുക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടോ? ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു ആഗ്രഹം. കളിയും ബഹളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന അപ്പൂസിനെ അവിടെ മഴവില് കാണിച്ചാലെന്ന് പറഞ്ഞ് കൊണ്ടുപോകണം ഞാൻ. എല്ലാ തന്തപ്പടിമാരും ഇതൊക്കെ നോക്കി വെച്ചോ. ഈ വക സ്പോട്ട് ഉടായിപ്പ് ഐഡിയാസ് കയ്യിലുണ്ടെങ്കിൽ ഈ വക പരിപാടികളൊക്കെ നടക്കുള്ളൂ. ബ്രിഡ്ജ് കയറി മഴവില് എവിടെയെന്ന് ചോദിക്കണതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത ഐഡിയ പ്ലാൻ ചെയ്യണം. പിള്ളേർക്ക് ഈ വിഷ്വലിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന പ്രായം ആവണല്ലോ. അപ്പൂസ് 2 ചാട്ടം ചാടി ഈ പാലം കിടന്ന് കുലുങ്ങെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്ത് ചാടി നോക്കി. പക്ഷെ ജ്യോതി വന്നില്ല, ഭൂതവും വന്നില്ല. സാധാരണ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചാടി നോക്കാനായി. പിന്നെ പ്രായം കണക്കിലെടുത്തോണ്ട് ഞാൻ വേറെ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതും നടന്നില്ലാട്ടാ. നേരം വൈകേണ്ട ഒരു സോഡ നാരങ്ങളും കാച്ചിട്ട് ഞങ്ങൾ നേരെ അതിരപ്പള്ളി വെച്ച് പിടിക്കുകയാണ്. തുമ്പൂർമൊഴി ഏറ്റില്ലെങ്കിലും ഇവിടെ അപ്പൂസിന്റെ കണ്ണടക്കൽ ഏറ്റുട്ടാ. വണ്ടിക്ക് എനിക്ക് മാത്രമേ ചാർജ് മേടിച്ചിട്ടുള്ളൂ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ട്. ഓണ വഴിക്ക് 2 സായിപ്പിനെയും മദാമിനെയും കണ്ടപ്പോ പൂസ് ചോദിക്കാൻ നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണോ എന്ന്. പിള്ളേരുടെ പെട്ടെന്നുള്ള സ്നേഹം കണ്ടാൽ മനസ്സിലാക്കിക്കോണം അപ്പുറത്ത് എന്തോ നടക്കേണ്ടത്. ഐസ്ക്രീമാണ് വിഷയം. ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് ചുമ കാരണം. അതുകൊണ്ട് നഹി എന്ന് പറഞ്ഞാൽ നഹി. തുടക്കത്തിൽ ആവേശമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് കിട്ടു. വീട്ടിൽ പോകണമെന്നായി ചിന്ത. വാ അപ്പൂസെ താഴെ പോവാന്ന് പറഞ്ഞപ്പോ വാ അപ്പ വീട്ടിൽ പോവാന്നാണ് അപ്പൂസ് പറഞ്ഞത്. എന്നാ പിന്നെ വേഗം തിരിക്കാന്നായി ഞാൻ. സംഭവം വണ്ടിക്കൊന്നും പറ്റിയില്ല. വീട് എത്തിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്. നടു ഒടിഞ്ഞുണ്ട്. അപ്പൊ ഞാൻ ശവാസനത്തിലേക്ക് പോവാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.